പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT മോഡൽ എക്സാമിലെ ഇങ്ക്സ്കേപ്പിലെ ഏതാനും ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയോടനുബന്ധിച്ചുള്ള പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇമേജസ് 10 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്, haritam.png. രണ്ടാമതായിട്ട് നമ്മളൊരു ലോഗോ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതും ഇമേജസ് 10 നൽകിയിട്ടുണ്ട്. മൂന്നാമത് ഹരിത വിദ്യാലയം എന്ന ഫോണ്ട് നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ ഫാമിലി കൊടുത്തിട്ടുണ്ട്, അത് ബോൾഡാക്കാനും. അതോടൊപ്പം ഹരിതൻ്റെ മുകളിലായിട്ടൊരു യെല്ലോ ഷെയ്ഡിലൊരു സർക്കിളും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം അറിയാലോ. നമ്മൾ ഷോ ആപ്ലിക്കേഷൻ എടുക്കുന്നു, ഇങ്ക്സ്കേപ്പ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ ഓപ്പൺ ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ക്യാൻവാസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇമേജസ് 10 നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉൾപ്പെടുത്തുക? യെസ്, ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് ഇമേജസ് 10 ഫോൾഡറിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇമേജിലേക്ക് ലോഗോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഇമേജസ് 10 ഫോൾഡറിൽ hvlogo.png എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. നമുക്കത് ഫയലിൽ നിന്നും ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ഇമേജസ് 10 ഫോൾഡറിൽ നിന്ന് hvlogo.png ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ലോഗോ നമ്മുടെ ക്യാൻവാസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ മോഡലിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ നൽകിയിട്ടുള്ളത്. അതേപോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ആ ലോഗോ മോഡലിൽ കാണുന്ന രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഹരിത വിദ്യാലയം എന്ന ഫോണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അതിനായി നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. നമുക്ക് എവിടെയാണോ ഫോണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ഹരിത വിദ്യാലയം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. 2 ലൈനായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. നമുക്കിത് 2 ടെക്സ്റ്റായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒറ്റ ടെക്സ്റ്റിൽ തന്നെ എൻ്റർ കീ അടിച്ചുകൊണ്ട് ഒറ്റ ടെക്സ്റ്റ് ബോക്സിലായിട്ട് അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ സൗകര്യാർത്ഥം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരൊറ്റ ടെക്സ്റ്റ് ബോക്സിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ഹരിത എന്നുള്ളത് വൈറ്റ് ഷെയ്ഡിലും വിദ്യാലയം എന്നുള്ളതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുമാണ് അതിന് കളർ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഫോണ്ട് ബോൾഡ് ആക്കാൻ പറയുന്നുണ്ട്. ഫോണ്ട് ഫാമിലി സാൻസ് സെരിഫ് ആക്കാൻ പറയുന്നുണ്ട്. അത് ഓൾറെഡി സാൻസ് സെരിഫ് തന്നെയാണ്. അപ്പോൾ രണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് ഫാമിലിയും മാറ്റുക. അതോടൊപ്പം അതിനെ ബോൾഡ് ആക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഹരിത എന്നുള്ളത് നമ്മൾ ബാനറിൽ കാണുന്നത് സെൻട്രലായിട്ടാണ്. അത് കേഴ്സർ ഹരിതയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കേഴ്സർ വെച്ച് നമ്മൾ സ്പേസ് കീ അടിച്ചാൽ അതിനെ സെൻട്രലിലോട്ട് പൊസിഷൻ അലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഫോണ്ടും ബാക്ക്ഗ്രൗണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ലോഗോ ഉൾപ്പെടുത്തി ഫോണ്ട് കറക്റ്റാക്കി അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം ഈ ഹരിത എന്നുള്ളതിൻ്റെ ഐയുടെ മുകളിലായിട്ട് ഒരു യെല്ലോ ഷെയ്ഡിൽ ചെറിയൊരു സർക്കിൾ വരഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതും ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ സർക്കിൾ ടൂൾ എടുക്കുക, യെല്ലോ കളർ സെലക്ട് ചെയ്ത് ഐയുടെ മുകളിൽ ചെറിയൊരു സർക്കിൾ നമ്മൾ വരയ്ക്കുക. അത് നമുക്ക് പിന്നീട് ആരോ കീസ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ അത് വെക്കാവുന്നതാണ്. അതിന് നമുക്ക് ആരോ കീ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ, മൗസ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആരോ കീ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് ഗ്രൂപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇമേജ് Ctrl+G ഉപയോഗിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുമ്പൊക്കെ ചെയ്തതുപോലെ ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും റീസൈസ് ഇമേജ് എന്നത് സെലക്ട് ചെയ്ത് നമ്മുടെ ക്യാൻവാസിൻ്റെ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിൻ്റെ പൊസിഷനിലോട്ട് നമ്മൾ ക്യാൻവാസിനെ മാറ്റുകയാണ്. ഓക്കെ, ആ ഒരു റീസൈസ് ഇമേജ് ടു കണ്ടൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴെ കാണുന്ന റീസൈസ് ഇമേജ് ടു ഡ്രോയിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയലിൽ എക്സ്പോർട്ട് ആസ് കൊടുത്തിട്ട് ഫയലിൽ എക്സ്പോർട്ട് PNG സെലക്ട് ചെയ്യുക. ദെൻ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള പേരിൽ
ഇമേജസ് എക്സാം 10 പ്രോഡക്ട്സിൽ നമുക്കത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇതിലുള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പോസ്റ്റർ നമുക്ക് ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇങ്ക്സ്കേപ്പിൽ തന്നെ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ഇതും മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണ്. സ്മാർട്ട് ക്ലാസ് എന്ന ഒരു നെയിം ബോർഡ് തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് ഇതിനൊരു ഹിൻസ് നൽകിയിട്ടുണ്ട്. അതായത് ഗ്രേ കളറിൽ ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരക്കണം. അതിന് ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കണം. 1 mm വിഡ്ത്താണ് അതിൻ്റെ സ്ട്രോക്ക്. പിന്നെ സ്മാർട്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യണം. അതിന് കളേഴ്സ് കൊടുക്കണം. പിന്നെ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് 2 റെക്റ്റാങ്കിൾസ് വരയ്ക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഷോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇങ്ക്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ന്യൂ ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇങ്ക്സ്കേപ്പ് ക്യാൻവാസിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഗ്രേ ഷെയ്ഡിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ക്വയർ ടൂൾ എടുത്തു. മോഡലിൽ കണ്ട ഏകദേശ രൂപത്തിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിന് ഗ്രേ ഷെയ്ഡും കൊടുക്കുന്നു. ഇനി നമുക്കിതിന് സ്ട്രോക്ക് നൽകണം. അതായത് ബോർഡർ നൽകണം. ബ്ലാക്ക് കളറാണ്. 1 mm വിഡ്ത്തുണ്ട്. സോ സ്ട്രോക്ക് നൽകാൻ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കളർ പാലറ്റിലെ ബ്ലാക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആ കളർ സെലക്ട് ചെയ്താൽ സ്ട്രോക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് എഡിറ്റ് ചെയ്യണം. 2 രീതിയിൽ എഡിറ്റ് ചെയ്യാം. അതായത് അതിൻ്റെ വിഡ്ത്തിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടാനാണ് നമ്മൾ ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിൽ സ്ട്രോക്ക് സ്റ്റൈൽ എന്നതിൽ നമുക്ക് 1 mm എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവിടെ സ്ട്രോക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോക്ക് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ടായി 2 റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 2 കളേഴ്സും നൽകിയിട്ടുണ്ട്. സോ ഞാൻ സ്ക്വയർ ടൂൾ എടുത്ത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഏകദേശം ഒരു സൈസിൽ വരയ്ക്കുകയാണ്. അതിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരച്ചതിൻ്റെ പകുതിയായിട്ടാണ് ഞാനിപ്പോൾ ബ്ലാക്ക് വരച്ചിരിക്കുന്നത്. ഇനി അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും കൊടുക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണുള്ളത്. അത് കൊടുത്തു. ഇനി അത് അറേഞ്ച് ചെയ്ത് മൗസ് കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് ബുദ്ധിമുട്ടാണെങ്കിൽ കീബോർഡിലെ ആരോ കീസ് വെച്ചുകൊണ്ട് നമുക്കതിനെ സെലക്ട് ചെയ്തുകൊണ്ട് എവിടേക്കാണോ അത് കറക്റ്റാക്കി വെക്കേണ്ടത് അതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റാക്കി നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ 2 കളേഴ്സ് നമ്മൾ കൊടുത്തു. 2 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കി. ഇനി നമുക്കിതൊന്ന് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഫോണ്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫോണ്ട് ടൈപ്പ് ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. സ്മാർട്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് 2 ടെക്സ്റ്റ് ബോക്സിലായിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒറ്റ ബോക്സിലായിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിത് ഒരൊറ്റ ടെക്സ്റ്റ് ബോക്സിലായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. സ്മാർട്ട് ക്ലാസ് എന്ന് കുറച്ച് സ്പേസ് കൊടുത്തുകൊണ്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഈ മോഡൽ കാണിച്ച ഒരു സൈസിലോട്ട് നമ്മളത് ഇൻക്രീസ് ചെയ്യാം. ശേഷം അതിന് ക്ലാസ് എന്നുള്ളതിന് കളറ് ചേഞ്ച് ഉണ്ട്. ഒരു റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. സ്മാർട്ട് എന്നുള്ളതിന് വൈറ്റ് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് കാണാത്തത്. ഓക്കെ, ഇനി അത് നമുക്കത് മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെക്കാം. അടുത്ത സ്റ്റെപ്പ് അറിയാലോ. നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യണം. Ctrl+G ഉപയോഗിച്ച് ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ശേഷം ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു നെയിം ബോർഡ് നമ്മൾ റീസൈസ് ചെയ്യാൻ പോവുകയാണ്. അവിടെ റീസൈസ് ഇമേജ് ടു കോണ്ടൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും റീസൈസ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നെയിം ബോർഡ് ക്യാൻവാസിന് കറക്റ്റായിട്ട് റീസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് ആസ് PNG കൊടുക്കുക. ദെൻ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് നമുക്കറിയാലോ. എക്സാം പ്രോഡക്ട്സിലാണ് എക്സാം ഫയലുകളെല്ലാം നമ്മൾ സേവ് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ _ നെയിം ബോർഡ് ഏത് പേരിലാണോ നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞത് ആ പേരിൽ അത് സേവ് ചെയ്യുക. ഇങ്ക്സ്കേപ്പിലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കിയാലോ. ഫേസ്ബുക്ക് എന്ന ഈ ഒരു ലോഗോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഏതാനും ഹിൻസ് നൽകിയിട്ടുണ്ട്. ക്രിയേറ്റ് എ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കളർ ഇറ്റ്. നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കണം. സ്ട്രോക്ക് വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് ക്രിയേറ്റ് എ സർക്കിൾ ആൻഡ് കളർ ഇറ്റ്. നമ്മളൊരു സർക്കിൾ ചെയ്യുക. അതിന് ബ്ലൂ കളർ കൊടുക്കുക. ദെൻ
മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് എഫ് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് കളർ ഇറ്റ്. പിന്നെ നാലാമതായിട്ട് ഫേസ്ബുക്ക് എന്ന നമ്മുടെ ടെക്സ്റ്റ് അത് കൊടുക്കുക. ഫോണ്ട് സാൻസ് സെരിഫ് എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് എന്നത് ടൈപ്പ് ചെയ്യുന്നു. ശേഷം നമ്മൾ ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ എത്തിയിട്ടുണ്ട്. ഇനി ക്യാൻവാസ് വേണമെങ്കിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മളോട് പറഞ്ഞത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് ഗ്രേ കളറിൽ. എങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നറിയാലോ. ഏത് ടൂളാണ് നമ്മൾ എടുക്കേണ്ടത്? സ്ക്വയർ ടൂൾ. യെസ്, നമ്മൾ സ്ക്വയർ ടൂൾ എടുക്കുന്നു. ശേഷം റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഈ ഒരു ഇമേജിൽ കാണുന്ന ആ ഒരു സൈസിന്, ആ ഒരു ഇമേജ് നമ്മളവിടെ മിനിമൈസ് ചെയ്ത് വെച്ചാൽ മതി. ശേഷം അതിന് ഗ്രേ ഷെയ്ഡും കൊടുക്കുന്നു. അതിനോട് യോജിച്ച ഗ്രേ ഷെയ്ഡ് കൊടുക്കുന്നു. അപ്പോൾ സ്ട്രോക്ക് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു സർക്കിളാണ് ഡ്രോ ചെയ്യേണ്ടത്. സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാലോ, സർക്കിൾ ടൂളാണ് എടുക്കേണ്ടത് അല്ലേ. സർക്കിൾ ടൂൾ എടുത്ത് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, കൺട്രോൾ കീ പ്രസ് ചെയ്ത് കൊണ്ടുവേണം നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് സർക്കിൾ വരികയുള്ളൂ. അപ്പോൾ അത് ചെയ്തു. ഇനി അതിന് ബ്ലൂ ഷെയ്ഡ് കൊടുത്തു. അത് നമ്മളോട് ആവശ്യപ്പെട്ട ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്ന് മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് എഫ് എന്ന ലെറ്റർ, സ്മോൾ ലെറ്റർ എഫ് ആണ് നമുക്ക് ഈ ലോഗോയിൽ കാണാം. സ്മോൾ ലെറ്റർ എഫ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ലെറ്ററിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ലോഗോയിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതേ ഫോമാറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഈ എഫ് എന്ന ലെറ്ററിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്ത് കളർ പാലറ്റിൽ നിന്നും വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് കളറ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ്ബുക്ക് എന്ന ഫോണ്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫോണ്ട് ടൈപ്പ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫോൺ ടൂൾ എടുക്കുക. അതിനുശേഷം എ എന്ന് കാണുന്നതാണ്, അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വേർഡ് അതവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന വേർഡ് സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. ശേഷം അത് സെലക്ട് ചെയ്ത് അതിനാവശ്യമുള്ള സൈസിലോട്ട് മാറ്റാം. ഓക്കെ, ഇനി അത് നമുക്ക് ലോഗോയിൽ കാണുന്നത് കുറച്ച് ബോൾഡാക്കിയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ ഫോണ്ട് സ്റ്റൈല് കൊടുക്കേണ്ടതുണ്ട്. ഫോണ്ട് സ്റ്റൈല് കൊടുക്കാൻ ആ ഫോണ്ടൊന്ന് സെലക്ട് ചെയ്യുക. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഫോണ്ട് സ്റ്റൈൽ എന്ന് കാണാം. അവിടെ നോർമൽ എന്നാണുള്ളത്, അത് മാറ്റി ബോൾഡ് എന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ അത് ബോൾഡായിട്ടുണ്ട്. ഇനി അതിന് കളറും കൂടെ മാറ്റി കൊടുക്കുക. ബ്ലൂ കളറിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ഷെയ്ഡിൽ മാറ്റി കൊടുക്കുക. ശേഷം നമുക്ക് തന്നിരിക്കുന്ന മാതൃകയിലുള്ളതുപോലെ ഈ ഫേസ്ബുക്ക് എന്ന വേർഡിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു, സർക്കിൾ വരച്ചു, അതിൽ എഫ് ഡ്രോ ചെയ്തു, ശേഷം ഫേസ്ബുക്ക് എന്ന വേർഡും ടൈപ്പ് ചെയ്തു. അത് കറക്റ്റ് ഫോമാറ്റിൽ അതിനെ മാറ്റി നമ്മൾ വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം നേരത്തെയൊക്കെ ചെയ്തതുപോലെ റീസൈസ് ചെയ്യാം. സോ നമ്മൾ ഫയൽ സെലക്ട് ചെയ്യുക, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിൽ റീസൈസ് പേജ് ടു കണ്ടൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ വീണ്ടും റീസൈസ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ടൻറ്റിൻ്റെ കറക്റ്റ് സൈസിലോട്ട് ക്യാൻവാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുക സാധാ സേവ് ചെയ്യുക എന്നുള്ളത്. നമ്മളോട് PNGയിലോട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് കൊടുക്കുക, അതിൽ എക്സ്പോർട്ട് ആസ് കൊടുക്കുക. ശേഷം എക്സാം പ്രോഡക്ട്സിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _Facebook.png ആ ഒരു ഫോമാറ്റിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ഫോമാറ്റിൽ തന്നെ ഫയൽ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക്